എല്ലാവർക്കും നമസ്കാരം. ഞാൻ സക്കീർ ഹുസൈനാണ്. ഇന്ന് ജൂൺ 2 തിങ്കളാഴ്ച. ഈ ആഴ്ചയിലെ ആദ്യത്തെ ട്രേഡിംഗ് ഡേ ആയിരുന്നു ഇന്ന്. തെറ്റില്ലാത്ത ഒരു റിക്കവർ നടത്തി ഇന്ന് ഒരു സ്ലൈറ്റ്ലി നെഗറ്റീവിൽ ക്ലോസ് ചെയ്തു എന്ന് പറയാം. മാർക്കറ്റിനെ കുറിച്ച് വിശേഷങ്ങളിലേക്ക് അടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായാണ് ഞങ്ങളുടെ ചാനൽ വീഡിയോ കാണുന്നതെങ്കിൽ ഞങ്ങളുടെ വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ടെലഗ്രാം ചാനലിൻ്റെ ലിങ്കുണ്ട്. ഇതിനു മുമ്പുണ്ടായിരുന്ന ചാനലുകളെല്ലാം തന്നെ ഹാക്ക് ചെയ്യപ്പെട്ടു. പുതിയത് ക്രിയേറ്റ് ചെയ്താണ്. നിങ്ങൾ ഇനിയും ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ജോയിൻ ചെയ്യാവുന്നതാണ്. ഒരു ട്രേഡർക്ക് ആവശ്യമായ എല്ലാ വാർത്തകളും മറ്റുള്ള എല്ലാ അത്യാവശ്യം ടിപ്സുകളും ഞങ്ങൾ ഇതിലൂടെ പങ്കുവയ്ക്കുന്നുണ്ട്. താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യാവുന്നതാണ്. BSE സെൻസെക്സിനെ സംബന്ധിച്ചിടത്തോളം 77 പോയിൻ്റ് അഥവാ 0.09% ഇടിഞ്ഞ് 81,374 ക്ലോസ് ചെയ്തിരിക്കുന്നത്. 80,654 എന്നുള്ള ഇൻട്രാഡേ ലോ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം സെൻസെക്സ് 719 പോയിൻ്റാണ് റിവേഴ്സ് വന്നിരിക്കുന്നത്, റിക്കവർ നടത്തിയിരിക്കുന്നത്. അതേസമയം നിഫ്റ്റി 34 പോയിൻ്റ് അഥവാ 0.14% ഇടിഞ്ഞ് 24,717 ക്ലോസ് ചെയ്തു. നിഫ്റ്റിയും ഇൻട്രാഡേ ലോ ആയ 24,526 നിന്നാണ് 24,717 വന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത്. പ്രത്യേകിച്ചും ഡൊണാൾഡ് ട്രംപ് സ്റ്റീൽ ഇറക്കുമതിക്ക് പുതിയ താരിഫ് പ്രഖ്യാപിച്ചതിനെ തുടർന്ന് സെഷൻ്റെ ആദ്യ മണിക്കൂർ വളരെയധികം നിരാശയിലായിരുന്നു എന്ന് പറയാം. നേരത്തെ 25% നിന്ന് 50% ഉയർന്ന താരിഫ് ജൂൺ 4 മുതൽ, അതായത് മറ്റന്നാൾ മുതൽ ഏർപ്പെടുത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിനു പുറമെ റഷ്യയും ഉക്രൈനും തമ്മിലുള്ള പുതിയ സംഘർഷങ്ങൾ വന്നിട്ടുണ്ട്. മാത്രമല്ല ഇന്ത്യയിൽ COVID-19 കേസുകളുടെ എണ്ണം കാര്യമായ ഗൗരവത്തിലെടുക്കുന്നെങ്കിലും കേസുകളുടെ എണ്ണം കൂടി വരുന്നുണ്ട്. അതുപോലെ തന്നെ FIRസിൻ്റെ ചാഞ്ചാട്ടം, അവർ ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു ദിശയിലല്ല ഇപ്പോഴുള്ളത്. മറ്റൊന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പണനയ ഫലത്തിന് മുമ്പുള്ള ആ ഒരു ടെൻഷൻ, ഇവയൊക്കെ മാർക്കറ്റിനെ ഇന്ന് സ്വാധീനിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും അദാനി പോർട്സ്, M&M, അതുപോലെ എറ്റേണൽ, അതായത് പഴയ സൊമാറ്റോ, ടാറ്റ കൺസ്യൂമർ, പവർ ഗ്രിഡ്, HUL, ബജാജ് ഫിൻസർവ്, ITC, ICIC ബാങ്ക്, ഏഷ്യൻ പെയിൻറ്റ്സ്, നെസ്ലെ ഇന്ത്യ എന്നീ സ്റ്റോക്കുകളിലെ ഒരു ബയ്യിങ് ഇന്ന് ഇൻഡെക്സുകളെ നഷ്ടം നികത്താൻ സഹായിച്ചു എന്ന് വേണം പറയാനായിട്ട്. ഈ സ്റ്റോക്കുകൾ അത്രയും 0.4% മുതൽ 2% വരെയാണ് നേട്ടമുണ്ടാക്കിയിരിക്കുന്നത്. അതേസമയം ബ്രോഡർ മാർക്കറ്റിൽ നിഫ്റ്റി മിഡ് ക്യാപ്പ് 0.62%, സ്മോൾ ക്യാപ്പ് 1.1% പോസിറ്റീവിലാണ്. ട്രംപിൻ്റെ താരിഫ് ഭീഷണിയെ തുടർന്ന് സെക്ടർ അടിസ്ഥാനത്തിൽ നിഫ്റ്റി IT, നിഫ്റ്റി മെറ്റൽ ഇൻഡെക്സുകളാണ് NSEയിൽ ഇന്ന് ഏറ്റവും കൂടുതൽ നഷ്ടം നേരിട്ടത്. ഓരോന്നും 0.7% വരെ കുറഞ്ഞു. അതേസമയം നിഫ്റ്റി റിയാലിറ്റി, നിഫ്റ്റി PSU ബാങ്ക് ഇൻഡെക്സുകൾ 2%-ലധികം പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഈ ആഴ്ചയിലെ തുടക്കമായി ഇന്ന് മാർക്കറ്റ് അസ്ഥിരമായ ഒരു നോട്ടിലാണ് ആരംഭിച്ചത്. ഏതാണ്ട് ഫ്ലാറ്റായി ക്ലോസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു കൺസോൾട്ടേഷൻ ഘട്ടം തുടർന്നു എന്ന് വേണം പറയാനായിട്ട്. സ്റ്റാർട്ടിങ്ങിലൊരു നെഗറ്റീവോടെയാണ് ഓപ്പൺ ചെയ്തത്. എന്നിരുന്നാലും സെലക്റ്റഡ് ഹെവി വെയ്റ്റുകളിലെ ശക്തിയും മറ്റ് സെക്ടറുകളിലെ റിക്കവർ മോഡും നഷ്ടം നികത്താൻ സഹായിച്ചിട്ടുണ്ട്. അതേസമയം സെക്ടറുകളിലെ ഒരു മിക്സഡ് സെൻറ്റിമെൻറ്റ്സ് ട്രേഡർമാരെ സജീവമാക്കിയെന്ന് പറയാം. റിയാലിറ്റിയും FMCGയും നേട്ടക്കാരായി ഉയർന്നു വന്നിട്ടുണ്ട്. അതേസമയം മെറ്റലും ITയും റെഡിൽ ക്ലോസ് ചെയ്തു. നിഫ്റ്റിയിൽ ഡൊമസ്റ്റിക് ഇൻഡിക്കേഷൻസ് അനുകൂലമായി തുടരുമ്പോഴും വേൾഡ് വൈഡ് അനിശ്ചിതത്വം പാർട്ടിസിപ്പൻസിനെ പ്രതീക്ഷയിൽ നിലനിർത്തുന്നുണ്ട്. ഇത് നിഫ്റ്റിയെ അടുത്ത ഡയറക്ഷനിലേക്കുള്ള മൂവിങ്ങിനെ വൈകിപ്പിക്കുന്നു എന്നാണ് കാണുന്നത്. അതേസമയം ഷോർട്ട് ടേം മൂവിങ് ശരാശരിയേക്കാൾ 20 DEMAക്ക് താഴെയുള്ള ഒരു ഇൻട്രാഡേ ക്രാഷിന് ശേഷമുള്ള നിഫ്റ്റിയുടെ ഈ റിക്കവറി ശരിക്കും സൂചിപ്പിക്കുന്നത് ബുള്ളുകൾ അവരുടെ ബുള്ളുകളുടെ പിടിയിലുള്ള അത് അവർ അയച്ചുവിടാൻ തയ്യാറല്ല എന്നാണ്. ഇത് ശരിക്കും മാർക്കറ്റിൽ നിഫ്റ്റിയിലൊരു റിക്കവർ പ്രതീക്ഷകളെ നിലനിർത്തുന്നുമുണ്ട്. മറ്റൊന്ന്, റഷ്യയും ഉക്രൈനും തമ്മിലുള്ള താരിഫ് യുദ്ധത്തെക്കുറിച്ചുള്ള പുതിയ ആശങ്കകളാണ് ഇപ്പോൾ ഉള്ളത്. അതേസമയം കൂടിക്കൊണ്ടിരിക്കുന്ന ജിയോ പൊളിറ്റിക്കൽ ക്യൂസും
മാർക്കറ്റിനെ സ്വാധീനിച്ചത് മൂലം തുടർച്ചയായ മൂന്നാമത്തെ ആഴ്ചയും മാർക്കറ്റ് ശരിക്കും ഒരു കൺസോൾട്ടേഷൻ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ആഗോള അനിശ്ചിതത്വങ്ങൾ നിക്ഷേപകരെ റിസ്ക് അവേഴ്സ് സമീപനം സ്വീകരിക്കാൻ പ്രേരിപ്പിച്ചിട്ടുണ്ടെങ്കിലും ശക്തമായ സ്ഥാപന നിക്ഷേപങ്ങളും ഇൻസ്റ്റിറ്റ്യൂഷൻ നിക്ഷേപങ്ങളും FMCG, റിയൽ എസ്റ്റേറ്റ്, സാമ്പത്തിക ഓഹരികൾ തുടങ്ങിയ തിരഞ്ഞെടുത്ത സോണുകളിലെ ശക്തിയും ഇന്ത്യൻ മാർക്കറ്റ് പ്രതിരോധ ശേഷി പ്രകടമാക്കുന്നുണ്ട്. മറ്റൊന്ന് RBIയുടെ നിരക്ക് കുറയ്ക്കൽ, മികച്ച മൺസൂൺ, നാലാം പാദ GDP ഡാറ്റ, അതുപോലെ തന്നെ ഗുഡ് GST എന്നിവ പിന്തുണയ്ക്കുന്ന ഡൊമസ്റ്റിക് മാക്രോ സൂചകങ്ങളിൽ ഉൾപ്പെടുന്നു. ഇനി നമ്മൾ കഴിഞ്ഞ ദിവസത്തെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലുകളിലേക്ക് വരികയാണെങ്കിൽ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞ രൂപത്തിൽ തന്നെ നമ്മുടെ നമ്മുടെ തമ്പനയിൽ തന്നെ 24,500 വരുമോ എന്നാണ്. തീർച്ചയായും അത് വരിക തന്നെ ചെയ്തു. 24,526 എന്നുള്ള ലോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇപ്പോൾ നിഫ്റ്റി റിക്കവറി മോഡിൽ തന്നെയാണുള്ളത്. നമ്മുടെ സപ്പോർട്ട് ലെവൽ 24,690 ആയിരുന്നു. ഇന്ന് ഓപ്പൺ ചെയ്ത് തന്നെ 24,717 നേരെ താഴെ വരികയാണ് ചെയ്തത്. പക്ഷേ ഫസ്റ്റ് ക്യാൻഡിൽ ആയതുകൊണ്ട് എത്ര പേര് ഇതിൽ ട്രേഡ് എടുത്തിട്ടുണ്ടാവും എന്നുള്ളത് നിങ്ങൾ തന്നെ പറയണം. ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരുമ്പോൾ നമുക്ക് സപ്പോർട്ടിൻ്റെയും റെസിസ്റ്റൻസിൻ്റെയും ഇടയിലുള്ള ഒരു കൺസോൾട്ടേഷനാണ് കാണാൻ കഴിയുന്നത്. സെൻസെക്സിലേക്ക് വരുമ്പോൾ നിഫ്റ്റിയുടെ സമാനമായ രീതിയിൽ തന്നെയാണ്. ഫസ്റ്റ് ക്യാൻഡിൽ ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്തുകൊണ്ട് പിന്നീടുള്ള ട്രേഡിംഗ് ശൈലി നിങ്ങൾ എങ്ങനെയാണ് സ്വീകരിച്ചിട്ടുണ്ടാവുക എന്നുള്ളത് അറിയില്ല. ഏതായിരുന്നാലും പ്രത്യക്ഷത്തിൽ ഈ 3 ഇൻഡെക്സുകളിലും ഇന്ന് ട്രേഡിംഗ് ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി ലഭിച്ചിട്ടില്ല എന്നാണ് കരുതുന്നത്. നമുക്ക് നാളേക്കുള്ള സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലുകൾ നോക്കുകയാണെങ്കിൽ ഇത് സെൻസെക്സ് ആണ്. സെൻസെക്സ് നമുക്ക് ഈ ഒരു 80,650 എന്നുള്ള റേഞ്ചിലേക്ക് സപ്പോർട്ട് ലെവൽ കൊണ്ടുവന്ന് വയ്ക്കാം. അതേസമയം റെസിസ്റ്റൻസ് ലെവൽ നമുക്ക് ഈ ഒരു സോണിൽ നിന്ന് വാച്ച് ചെയ്യാവുന്നതാണ്. വളരെ അടുത്തായി പോയി 81,570. ഓക്കെ, സെൻസെക്സ് നമുക്ക് ഇങ്ങനെ വാച്ച് ചെയ്യാവുന്നതാണ്. ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരുമ്പോൾ നമുക്ക് സപ്പോർട്ട് ലെവൽ അല്പം മുകളിലേക്ക് കൊണ്ടുവന്ന് ഈ ഒരു സോണിൽ വയ്ക്കാവുന്നതാണ്. 55,350. ഓക്കെ, റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഒരു 55,970. നാളെ ഇത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് മുകളിലേക്ക് എടുത്തു പോകാൻ കഴിയും. ബാങ്ക് നിഫ്റ്റിയിൽ നിങ്ങൾ ഗൗരവമായി വാച്ച് ചെയ്യുക. അടുത്തത് നിഫ്റ്റിയാണ്. നിഫ്റ്റിയിൽ നമുക്ക് സപ്പോർട്ട് ലെവൽ എന്ന് പറയുന്നത് ഈ 24,520 റെസിസ്റ്റൻസ് ലെവൽ നമുക്ക് അല്പം താഴത്തേക്ക് കൊണ്ടുവന്ന് ഈ ഒരു സോണിൽ നിന്ന് വാച്ച് ചെയ്യാവുന്നതാണ്. 24,800. ഓക്കെ, അപ്പോൾ ഈ 3 ഇൻഡെക്സുകളും നിങ്ങളുടെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിൽ ആഡ് ചെയ്ത് ഈ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലുകൾ നാളെ ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്യുന്നുണ്ടോ, ബ്രേക്കൗട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളതൊന്ന് നോക്കി പഠിക്കുക. ഞങ്ങളുടെ വീഡിയോ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ്. നാളെ നല്ലൊരു പ്രോഫിറ്റബിൾ ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ബൈ.